അധ്വാനിക്കുന്നവൻ എന്തിനാടാ സ്ത്രീധനം? അവൻ അധ്വാനിച്ച് കുടുംബം പോറ്റും. പൊന്മാൻ എന്ന സിനിമയിൽ ബേസിൽ ജോസഫിൻ്റെ അജേഷ് എന്ന കഥാപാത്രം സജിൻ ഗോപുവിൻ്റെ മരിയാനോയോട് പറയുന്ന ഡയലോഗാണിത്. പൊന്മാൻ എന്ന സിനിമ രാഷ്ട്രീയവും കലയും കലർത്തി ചർച്ചയ്ക്ക് വയ്ക്കുന്ന വിഷയവും ഇത് തന്നെയാണ്. ഇങ്ങനെയൊരു ഡയലോഗിലെത്താൻ കഥാപാത്രങ്ങൾ നടത്തുന്ന യാത്ര വളരെ സിമ്പിളായാണ് സംവിധായകൻ ജ്യോതിശങ്കർ അവതരിപ്പിച്ചിരിക്കുന്നത്. ക്യാമറ ഗിമ്മിക്കുകളോ ഞെട്ടിക്കുന്ന ട്രാൻസിഷനുകളോ പൊന്മാനിലില്ല. നേരിട്ട് കാണുന്ന ജീവിതം പോലെ ലളിതമാണ് ആഖ്യാനം. എന്നാൽ അതിലൂടെ പറഞ്ഞു പോകുന്ന വിഷയവും കഥാപരിസരവുമെല്ലാം ഗൗരവം നിറഞ്ഞതും. കഥ നടക്കുന്ന സ്ഥലവും കഥയോടൊപ്പം ലയിക്കുന്ന ഗംഭീരമായ ഒരു അനുഭവം സിനിമയിലുണ്ട്. GR ഇന്ദുഗോപൻ്റെ കഥയെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ള തിരക്കഥയും പ്രശംസ അറിയിക്കുന്നുണ്ട്. സിനിമയുടെ സ്വാഭാവിക ഗുണങ്ങളെ തല്ലിക്കെടുത്താത്ത ഡയലോഗുകൾ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കൈക്കരുത്ത് കൊണ്ട് തന്നേക്കാൾ മുകളിൽ നിൽക്കുന്ന മരിയാനോയോട് ബേസിലിൻ്റെ അജേഷ് ഏറ്റുമുട്ടുന്നത് വാക്കുകളിലൂടെയാണ്. ജീവിതത്തെ അജേഷും മരിയാനോയും സ്റ്റെഫിയും ബ്രൂണോയുമെല്ലാം എങ്ങനെ കാണുന്നു എന്ന് കൃത്യമായി ഡയലോഗുകളിലൂടെ പറഞ്ഞു വയ്ക്കാൻ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. ബേസിലിൻ്റെ ചില മോണോലോഗ് ഡയലോഗുകൾ ജീവിത യാഥാർത്ഥ്യങ്ങളെ തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. സിനിമയിലെ കഥാപാത്രങ്ങൾ മനസ്സിൽ പതിയാൻ കാരണം അഭിനേതാക്കളുടെ പ്രകടനം തന്നെയാണ്. ബേസിലിൻ്റെ അജേഷ് സമൂഹത്തിലെ ഒരു പറ്റം യുവാക്കളുടെ പ്രതിനിധിയാണ്. ചെയ്യുന്ന ജോലിയിൽ കൂറുള്ള, ചതിക്കാൻ മനസ്സില്ലാത്ത, വെറുതെ വീണ് കിട്ടുന്ന സമയങ്ങളിൽ ജീവിതം ആഘോഷിക്കാനും അർമാദിക്കാനും മടിയില്ലാത്ത അജേഷ് തന്നെയാണ് പൊന്മാനിലെ പ്രധാന ആകർഷണം. അങ്ങനെയുള്ള അജേഷിന് തൻ്റെ ജോലിയിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളാണ് സിനിമ പറയുന്നത്. സജിൻ ഗോപുവിൻ്റെ മരിയാനോയും പ്രേക്ഷകരിലേക്ക് കൃത്യമായി ഇറങ്ങി ചെല്ലുന്നുണ്ട്. സ്റ്റെഫിയായി ലിജോ മോളും ബ്രൂണോയായി ആനന്ദ് മന്മഥനും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. എല്ലാ കഥാപാത്രങ്ങളും യാഥാർത്ഥ്യങ്ങളോട് ഉത്തരം പറയേണ്ടി വരുന്ന സാധാരണ മനുഷ്യരാണ്. എന്തെങ്കിലും ഒന്നിനെ ആശ്രയിച്ചാണ് അവരുടെയെല്ലാം ജീവിതം മുന്നോട്ട് പോകുന്നത്. കഥാപാത്രങ്ങളുടെ ബലഹീനതകൾക്കിടയിൽ മനുഷ്യത്വത്തെ കണ്ടെടുക്കുകയാണ് പൊന്മാൻ. ഒരു സാഹിത്യരചന ആത്മാംശം ചോരാതെ സിനിമയാക്കുക എളുപ്പമല്ല. മികച്ചൊരു സിനിമാറ്റിക് അനുഭവത്തിലേക്ക് എഴുത്തിൽ നിന്ന് സിനിമയുടെ തലത്തിലേക്ക് ജ്യോതിശങ്കർ പൊന്മാനെ എത്തിച്ചു. ബേസിൽ ജോസഫ് എന്ന നടൻ്റെ കരിയറിൽ വ്യത്യസ്തമായ ഒരു കഥാപാത്രം തന്നെയാണ് പൊന്മാനിലെ അജേഷ്. പ്രാരാബ്ദങ്ങൾക്കിടയിലൂടെ സമൂഹത്തിൻ്റെ അധപ്പതിച്ച ചിന്താഗതിയോട് അജേഷ് മല്ലിട്ട് ജയിക്കുമ്പോൾ പൊന്മാനിലൂടെ അത് സാധാരണക്കാരൻ്റെ കൂടെ വിജയമാകും.